ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇന്ന് ക്രിമിനലുകളുടെ നാടായി മാറിയിരിക്കുകയാണ്. കാരണം ഒരു ദിവസത്തിൽ ഒരു കൊലപാതകമോ ഒരു ബലാത്സംഗമോ ഒരു അക്രമ സംഭവമോ ഇല്ലാതെ ദിവസങ്ങൾ കടന്നു പോകുന്നില്ല. ലഹരിക്ക് അടിമകളായ ആളുകൾ മാത്രമാണ് നമുക്ക് ചുറ്റും. സുരക്ഷിതമായി നമ്മുടെ നഗരങ്ങളിലൂടെ റോഡുകളിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ. പോലീസിൽ വിവരം അറിയിച്ച ശേഷവും പരാതിക്കാരെ കൊല ചെയ്യുന്ന അക്രമികൾ. ഇത്തരത്തിലുള്ള ഒരവസ്ഥയിൽ നാം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരളകൗമുദിയുടെയും കലാകൗമുദിയുടെയും മദ്രാസ് ലേഖകനും സീനിയർ ജേർണലിസ്റ്റും ആയ പി.കെ. ശ്രീനിവാസൻ, ഇന്ത്യ ടുഡേയുടെ എഡിറ്ററായിരുന്ന പി.കെ. ശ്രീനിവാസൻ എഴുതിയ ഒരു കുറിപ്പ് വായിച്ചപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, ഗൗരവത്തിലെടുക്കേണ്ടതാണ് എനിക്ക് തോന്നി. പി.കെ. ശ്രീനിവാസൻ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യത്വം മരവിച്ചു പോയ ഒരു സംസ്ഥാനമാണ് കേരളമെന്ന വിശ്വാസം വീണ്ടും ബലപ്പെട്ടിരിക്കുന്നു. 42 വർഷക്കാലം മദ്രാസിലും പിന്നീട് ജീവിച്ച ചെന്നൈയിലും തൊഴിലിനു വേണ്ടി ജീവിച്ചു. എനിക്ക് ഇടയ്ക്കിടെയുള്ള കേരള യാത്ര വലിയ ആശ്വാസമായിരുന്നു. എൻ്റെ ജന്മനാട്ടിൻ്റെ ഉയർച്ചയിൽ ഞാൻ എന്നും ആഹ്ലാദിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടി പോയിരുന്നു. അരക്ഷിതമായ ഒരു നാട്ടിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നതെന്ന് ഓരോ സംഭവവും എന്നെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ദയ, കാരുണ്യം, അനുകമ്പ തുടങ്ങിയ മനുഷ്യത്വത്തിന് അത്യന്താപേക്ഷിതമായ ഘടകങ്ങൾ മലയാളിയിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നു. ആർക്കും ആരോടും യാതൊരു മമതയുമില്ല. ദൃശ്യ അച്ചടി മാധ്യമങ്ങൾ കൊല്ലും കൊലയുമാണ് നിരന്തരം ആഘോഷിക്കുന്നത്. ദൃശ്യമാധ്യമങ്ങൾ 24 മണിക്കൂറും റേറ്റിംഗിന് വേണ്ടി നീചമായ ദൃശ്യ സമന്വയങ്ങൾ തേടിപ്പിടിക്കുന്നു. മകൻ അമ്മയെ കൊല്ലുന്നു, അച്ഛൻ മകനെ കൊല്ലുന്നു, കാമുകി കാമുകൻ്റെ കഴുത്തറുക്കുന്നു, വൃദ്ധമാതാവിനെ മകൾ വിഷം കൊടുത്തു കൊല്ലുന്നു. അങ്ങനെ എത്രയെത്ര വാർത്തകളാണ് ദൃശ്യ അച്ചടി മാധ്യമങ്ങൾ പ്രൈം ടൈമിലും 1-ാം പേജിലും കൊടുക്കാൻ മത്സരിക്കുന്നത്. മയക്കുമരുന്നിൻ്റെ വ്യാപനവും അതിപ്രസരവും അടുത്തെങ്ങും കേരളത്തെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ 19-ന് ഹിന്ദു ദിനപത്രത്തിലെ എഡിറ്റ് പേജിൽ വന്ന ലേഖനം എന്നെ ഞെട്ടിച്ചു. ഡ്രഗ്സ് നിയമത്തിൻ്റെ പേരിൽ ഏറ്റവും അധികം കേസുകൾ ഫയൽ ചെയ്ത സംസ്ഥാനം കേരളമാണെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നു. ഡ്രഗ്സ് വെച്ചതിൻ്റെ പേരിൽ കേസുകൾ ഫയൽ ചെയ്ത ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ലകൾ എല്ലാം കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് 25 ജില്ലകളിലാണ്. അതിൽ 16 എണ്ണവും കേരളത്തിലാണ്. തിരുവനന്തപുരം റൂറൽ, കൊല്ലം റൂറൽ എന്നിങ്ങനെ 2 ജില്ലകൾ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 8 ജില്ലകൾ മാത്രമാണ് കേരളത്തിന് പുറത്തുള്ളത്. തമിഴ്നാട്ടിൽ 1 ജില്ല മാത്രമാണ്. ചെന്നൈ. ഭീകരമായ ഈ സ്ഥിതിവിശേഷത്തിൻ്റെ പ്രധാന ഉത്തരവാദി സംസ്ഥാന ഭരണകൂടമാണ്. അധികാരമോഹികളായ ഭരണവേതാളങ്ങൾ ഇതൊന്നും കണ്ടില്ലെന്ന് തന്ത്രപൂർവ്വം നടിക്കുന്നു. ഭരണാധികാരികൾ നെറുകേടിൻ്റെ വിഴുപ്പ് പാണ്ഡങ്ങൾ ചുമക്കുമ്പോഴാണ് നാട് നശിക്കുന്നത്. നമ്മുടെ പുരാണങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ട്, മനുഷ്യത്വം നഷ്ടപ്പെട്ട ഒരു തലമുറ നമ്മെ നിരന്തരം ഭയപ്പെടുത്തുന്നു. ഭരണകൂടം സ്വന്തം നിലനിൽപ്പിനു വേണ്ടി അഴിഞ്ഞാടുമ്പോൾ പ്രതിപക്ഷം ഷണ്ടന്മാരായി തുടയിൽ കയ്യും പുതച്ച് സുഖനിദ്രയിലാണ്. കേരളത്തിന് ഈ ദുരന്തത്തിൽ നിന്ന് ഉടൻ ഒരു മോചനം ഉണ്ടാകുമോ? സാധ്യത കാണുന്നില്ല. മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ പ്രതിഭാശാലികളായ ഒരു തലമുറ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളും മക്കളും ചെറുമക്കളും എന്ന പൊതുധാരണ ഈ മതുപ്പും കൈമോശം വന്നിരിക്കുന്നു. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന കവിവാക്യം ഇത്ര അന്വർത്ഥമായിരിക്കുന്നു. ചെന്നൈയിലേക്കുള്ള മടക്കയാത്രയിൽ എൻ്റെ മനസ്സിൽ അതായിരുന്നു അലയടിച്ചിരുന്നത്. മയക്കുമരുന്നിൻ്റെ പിടിയിലമർന്ന കേരളത്തെ രക്ഷിക്കാൻ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയുമെല്ലാം പദ്ധതികൾ ആലോചിച്ചു വരികയാണ്. 2018 പ്രളയകാലത്തും കോവിഡ് കാലത്തും ജനങ്ങളെ വൈകുന്നേരങ്ങളിൽ അഭിസംബോധന ചെയ്തിരുന്ന മുഖ്യമന്ത്രി വീണ്ടും ആഴ്ചതോറും ഇപ്പോഴത്തെ ലഹരി വ്യാപനത്തെക്കുറിച്ച് മാധ്യമങ്ങളെ കാണാൻ തീരുമാനിക്കുന്നു എന്നാണ് അറിയുന്നത്. എന്തൊരു വൈചിത്ര്യമാണെന്ന് ആലോചിക്കൂ.
കോവിഡിൻ്റെ ഫലമായി നടത്തിയ പ്രവർത്തനങ്ങളുടെ ബലത്തിലാണല്ലോ രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റത്. എന്നാൽ ഇന്ന് ക്രമസമാധാന നില തകർന്ന് ലഹരിയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു ജനജീവിതത്തെ എങ്ങനെ മടക്കിക്കൊണ്ടുവരാം എന്ന് ചർച്ച ചെയ്യാനും ആഴ്ചയിലൊരിക്കൽ മാധ്യമപ്രവർത്തകരെ കണ്ട് കൊല്ലും കൊലയും അതിൻ്റെ എണ്ണവും എല്ലാം വിശദീകരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് സംസ്ഥാന മുഖ്യമന്ത്രി എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ.